നമസ്കാരം. ഈ വാർത്താ ദിനത്തെ സമഗ്രമായി പരിശോധിക്കാം. വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് ഹൈക്കോടതി. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല എന്നും ഉദ്യോഗസ്ഥരുമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. അതേസമയം ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ കവർച്ച നടന്നുവെന്ന് ഇടക്കാല റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് സ്ഥിരീകരിച്ചു. കേസെടുക്കാൻ അധികാരമില്ലാത്ത ദേവസ്വം വിജിലൻസിനായിരുന്നു സ്വർണ്ണപ്പാളിയിൽ ഇതുവരെ അന്വേഷണ ചുമതല. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിയിൽ കവർച്ച നടന്നെന്ന് സ്ഥിരീകരിക്കുന്ന ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർണായക തീരുമാനം. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ഹൈക്കോടതി ഓർഡർ പ്രകാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർഡർ പ്രകാരം നമുക്ക് സൈബർ വിദഗ്ധർ ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇടക്കാല റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. 1 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. അന്വേഷണത്തെ സർക്കാർ സ്വാഗതം ചെയ്തു. ഏറെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരമൊരു നിലപാടിലേക്ക് വന്നു. ഇക്കാര്യത്തിൽ കോടതിയിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു. സ്വർണം പൂശാൻ താൽപര്യമറിയിച്ച് 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡിന് അയച്ച ഇമെയിൽ സന്ദേശമടക്കമുള്ള വിവരങ്ങൾ ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിലാക്കിയാണ് ദേവസ്വം വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ട്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയ സ്വർണ്ണപ്പാളിയല്ല തിരികെ എത്തിച്ചതെന്ന് ഫോട്ടോ പരിശോധനയിലൂടെ സ്ഥിരീകരിച്ചു. തിരികെ എത്തിച്ച സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്ക നിർണയ പരിശോധന നടത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചെന്നൈയിൽ കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ തിരികെ കൊണ്ടുവന്നപ്പോൾ തയ്യാറാക്കിയ മഹസറിലും പൊരുത്തക്കേട് കണ്ടെത്തി. മഹസറിൽ തിരുവാഭരണം കമ്മീഷണറും ദേവസ്വം സ്മിത്തും ഒപ്പിട്ടിട്ടില്ല. 24 കൊച്ചി. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ നിയമസഭ സ്തംഭിച്ചു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്ന് ഭരണപക്ഷം ആരോപിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും പ്രതിരോധത്തിലായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷം വിഷയം വീണ്ടും നിയമസഭയിൽ ഉയർത്തിയത്. സെപ്റ്റംബർ 19 കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് നിരാകരിക്കപ്പെട്ടതുകൊണ്ട് ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷം വിവാദ വിഷയം ഉന്നയിച്ചു. ശബരിമലയിൽ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്തിരിക്കുക. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ദേവസ്വം ബോർഡ് മന്ത്രി രാജിവെക്കണം. ആവശ്യം തള്ളിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ ബാനറും പ്ലക്കാർഡുകളുമായി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങി. ഡയസിന് മുന്നിൽ ബാനർ സ്ഥാപിച്ചതോടെ ചോദ്യോത്തരവേള റദ്ദ് ചെയ്യുന്നതായി സ്പീക്കർ അറിയിച്ചു. ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. ശൂന്യവേളയിൽ സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷ നിലപാടിനെ ഭരണപക്ഷം രൂക്ഷമായി വിമർശിച്ചു. ജനങ്ങൾക്ക് മുന്നിൽ നഗ്നരാക്കപ്പെട്ടതുകൊണ്ടാണ് പ്രതിപക്ഷം ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തിയതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാവാൻ പോലും ധൈര്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഇതോടെ പ്രതിഷേധം കടുപ്പിച്ച പ്രതിപക്ഷം സ്പീക്കർ ഡയസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പ്രതിഷേധത്തിന് അയവിൽ നിന്ന് കണ്ടതോടെ നിയമനിർമ്മാണ നടപടികൾ ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. സഭാ കവാടത്തിലേക്ക് പ്രകടനമായി വന്ന പ്രതിപക്ഷം സ്വർണ്ണപ്പാളി വിഷയത്തിൽ സർക്കാരിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചു. കോടതിയുടെ നിരീക്ഷണത്തിൽ CBI അന്വേഷിക്കണം എന്നാണ് പ്രതിപക്ഷം ഡിമാൻഡ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. കൃത്യമായ അന്വേഷണം നടക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ഭയമാണെന്നായിരുന്നു സർക്കാരിന്റെ തിരിച്ചടി. ഇന്നത്തെ ഭരണ സംവിധാനം നിന്ന് അവർ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. ജനങ്ങളോട് തുറന്നു പറയുകയും തെറ്റുപറ്റിയെന്ന് പറയുകയും ചെയ്യുന്ന പ്രതിപക്ഷ നേതാവല്ലേ. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിപക്ഷം ഇന്ന് സഭയിൽ 4 ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹൈക്കോടതി നിരീക്ഷണത്തെ കൂട്ടുപിടിച്ചാണ് എല്ലാ ചോദ്യത്തിനും സർക്കാർ മറുപടി നൽകിയത്. സ്വർണ്ണപ്പാളികളുടെ ഭാരക്കുറവ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധയിൽപ്പെട്ടെന്ന് മറുപടിയിൽ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട്. 24 തിരുവനന്തപുരം. A. പത്മകുമാർ അധ്യക്ഷനായിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പഴിചാരി സ്വർണ്ണപ്പാളി വിവാദത്തിൽ നിന്ന് തലയൂരാൻ സർക്കാർ. താൻ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പേടിക്കാനൊന്നുമില്ല എന്നുമായിരുന്നു A. പത്മകുമാറിന്റെ പ്രതികരണം. ഇതിനിടെ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചതിലും കേരളം നമ്പർ 1 ആണ് എന്ന് മുൻ ദേവസ്വം മന്ത്രി G. സുധാകരൻ നടത്തിയ പ്രതികരണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചന നടന്നോ എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നെല്ലാമുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ആദ്യം അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നതിലേക്ക് സർക്കാർ എത്തിയത്.
ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ഭരണസമിതിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങിയ സാഹചര്യത്തിൽ മുൻ ഭരണസമിതിയെ പഴിചാരാതെ മാർഗമില്ലെന്നും സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. 98 മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പുറത്തു വരട്ടെ. അപ്പോൾ ആരൊക്കെയാണ്? അപ്പോൾ ഇത്തരൊരു അന്വേഷണം നടക്കരുതെന്നുള്ളൊരു ഉദ്ദേശമുള്ള ആളുകളും അതോടൊപ്പം തന്നെ മുമ്പ് കിട്ടിയ അയ്യപ്പ സംഗമത്തിന്റെ മേൽക്കിൽ നിന്ന് കെടുത്താൻ കഴിയുമെന്ന് ഇതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന പരിശ്രമത്തിന്റെ രൂപത്തിലേക്കുമാണ് ഇത് കടന്നു വരുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2019 സ്വർണ്ണപ്പാളി ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത്. കടകംപള്ളി സുരേന്ദ്രനായിരുന്നു അന്ന് മന്ത്രി. എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡാണ് തീരുമാനമെടുത്തത്. വീഴ്ചയുടെ ഉത്തരവാദിത്വം ഇവർക്കെല്ലാമാണെന്ന് വ്യക്തമാണ്. എന്നാൽ ചട്ടമൊന്നും ലംഘിച്ചിട്ടില്ലെന്നാണ് എ പത്മകുമാറിന്റെ പ്രതികരണം. ഏത് കാര്യങ്ങളാണെങ്കിലും എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഞാൻ അയാളുടെ കൂടെ വിദേശയാത്ര നടത്തിയിട്ടുണ്ടെന്നോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പറയട്ടെ. അതൊക്കെ നമുക്ക് ഈ അന്വേഷണത്തിൽ തെളിയട്ടെ. 2019 ഭരണസമിതിയെ പഴിചാരി വിവാദത്തിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നതിനിടെ സർക്കാരിനെ വെട്ടിലാക്കി മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ രംഗത്ത് വന്നു. കോൺഗ്രസ് വേദിയിലാണ് സുധാകരന്റെ പ്രതികരണമെന്നതും ആഘാതമായി. എല്ലാവരും നമ്മുടെ നമ്പർ 1 ആണ് കേരളത്തിൽ എന്ന് പറയുക. അങ്ങനെ എപ്പോഴും പറയുന്നതുണ്ടോ? പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്വർണ്ണപ്പാളി മോഷ്ടിച്ചെന്ന് പോയി, അത് നമ്മൾ നമ്പർ 1 ആണ്. 24 തിരുവനന്തപുരം. ഈ 24 എന്ന് പുറത്തുവിട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ശബരിമലയ്ക്ക് പിന്നാലെ കൊല്ലം ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലും സ്വർണ്ണപ്പാളി വിവാദം. ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസം കൊണ്ട് കറുത്തുപോയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളി ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ല എന്നാണ് പരാതി. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇവിടെ നിന്നപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നി കൊടിമരം ഒന്ന് ചെന്ന് കാണണമെന്ന്. അങ്ങനെ ചെന്ന് കണ്ടപ്പോഴാണ് ഇത് കറുത്തായിട്ട് തോന്നിയത്. അപ്പം തന്നെ അത് ദേവസ്വം ബോർഡിന് ഞാൻ പരാതി, അന്ന് ഗോവിന്ദൻ നായർ സാറാണ് പ്രസിഡന്റ്, അദ്ദേഹത്തിനും അതിന് ബന്ധപ്പെട്ട വകുപ്പുകളൊക്കെ ഞാൻ പരാതി കൊടുത്ത്. അപ്പോൾ അതൊന്നും അവർ അത് മൈൻഡ് ചെയ്തില്ല. എന്നാൽ പിന്നെ ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുത്ത് അദ്ദേഹമാണ് ഇത് വന്ന് പരിശോധിച്ച് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത്. കൊല്ലം ശാസ്താംകോട്ട ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊടിമരം ക്ലാവ് പിടിച്ച സംഭവത്തിൽ 10 വർഷമായിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. 6 കിലോ സ്വർണം ഉപയോഗിച്ച് പണിത കൊടിമരം 3 മാസത്തിനുള്ളിൽ കറുത്തു പോവുകയായിരുന്നു. ദേവസ്വം വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ അഴിമതി കണ്ടെത്തിയിരുന്നു. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും അവർ ചിലവഴിച്ച ഈ തുക, ആ തുക ഉപയോഗിച്ച് നിർമ്മിച്ച സ്വർണ്ണപ്പറകൾ, ആ പറകളിൽ അത്രയും സ്വർണം തന്നെ ഉണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡും ഉദ്യോഗസ്ഥരും ഭക്തജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അന്വേഷണത്തിന്റെ ഭാഗമായി കൊണ്ടുപോയ കൊടിമരത്തിലെ സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് തിരിച്ചു തരുന്നില്ലെന്ന് ദേവസ്വം ഉപദേശക സമിതി. ഏതാണ്ട് 8.5 കോടി രൂപയുടെ മേളിൽ വരും ഇപ്പോഴത്തെ അതിൻ്റെ വാല്യൂ. ഇപ്പോഴത്തെ നമ്മുടെ ഉപദേശക സമിതിയുടെ നിലപാടെന്ന് പറയുന്നത് ഭക്തജനങ്ങൾ കൊടുത്ത സ്വർണം എവിടെ, അത് ഇപ്പം ഏത് രൂപത്തിലായാലും അത് ശാസ്താംകോട്ട അമ്പലത്തിന് ആസ്തിയാണ്. കൊടിമരത്തിൽ ഉപയോഗിച്ച സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവുണ്ടെന്നും പരാതിയുണ്ട്. സ്വർണം പൂശിയ 19 എണ്ണത്തിൽ 14 നമ്പർ ഒഴികെ ബാക്കി എല്ലാ പാളികളും കറുത്തതായും അന്നത്തെ തിരുവാഭരണ കമ്മീഷണർ ജി ബൈജു സാക്ഷ്യപ്പെടുത്തിയ റിപ്പോർട്ട് 24 ലഭിച്ചു. കേസ് എങ്ങും എത്തിയില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി സ്വർണം പൂശിയ പാളികൾ ദേവസ്വം ബോർഡിന്റെ ഗോഡൌണിൽ ചാക്കിൽ പൊതിഞ്ഞ നിലയിലാണ്. 24 കൊല്ലം. വളരെ പ്രധാനപ്പെട്ട അടുത്ത വാർത്തയിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. ബീഹാർ തെരഞ്ഞെടുപ്പ് രാജ്യത്തിന് തന്നെ മാതൃകയാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിന് ബീഹാറിൽ കളമൊരുങ്ങി. 243 അംഗ ബീഹാർ നിയമസഭയിലേക്ക് 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. ഛത് പൂജ ആഘോഷങ്ങൾക്ക് ശേഷം നവംബർ 6-നും 11-നും 2 ഘട്ടമായാണ് വോട്ടെടുപ്പ്. 14-നാണ് വോട്ടെണ്ണൽ. बिहार के चुनाव 2 फेजेस में होंगे और डेट ऑफ पोल 6 नवंबर थर्सडे और दूसरा 11 नवंबर ट्यूसडे. काउंटिंग 14 नवंबर को होगी. 7.43 കോടി വോട്ടർമാരുള്ള ബീഹാറിൽ 90,712 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടാകുക. എല്ലാ ബൂത്തുകളിലും 100% വെബ്കാസ്റ്റിംഗ്, ബൂത്തുകൾക്ക് പുറത്ത് മൊബൈൽ സമർപ്പിക്കാനുള്ള സൗകര്യമടക്കം പുതിയ പരിഷ്കാരങ്ങൾ ബീഹാർ തിരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്താകെ നടപ്പാക്കും. BJP, ജനതാദൾ യുണൈറ്റഡ്, ലോക് ജൻശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി ആവാം മോർച്ച, രാഷ്ട്രീയ ലോക് മോർച്ച എന്നീ പാർട്ടികൾ ഉൾപ്പെട്ട NDA സഖ്യവും RJD, കോൺഗ്രസ്, ഇടതു പാർട്ടികൾ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടി, രാഷ്ട്രീയ ലോക് ജൻശക്തി പാർട്ടി എന്നിവരടങ്ങുന്ന മഹാസഖ്യവും തമ്മിലാണ് പ്രധാന മത്സരം. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടി മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നുണ്ട്.
ബീഹാറിൽ ഇത്തവണ ഇഞ്ചോടിഞ്ച് മത്സരമെന്നാണ് പ്രവചനം. എന്നാൽ പതിവ് പോലെ ജാതി സമവാക്യങ്ങൾ വിധിയെഴുതുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ ഘടകങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാകും നിർണായകം. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് നൽകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ചും കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത്. ചുമമരുന്നുകളുടെ ഉപയോഗത്തിൽ കേരളം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. അതേസമയം ചുമമരുന്നായ കോൾഡ്രിഫിന് കൂടുതൽ സംസ്ഥാനങ്ങൾ നിരോധനം ഏർപ്പെടുത്തി. ഉത്തരേന്ത്യയിൽ ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തും ജാഗ്രത. ഡോക്ടറുടെ പഴയ കുറിപ്പടി വെച്ച് കുട്ടികൾക്കുള്ള മരുന്ന് നൽകരുത്. കുട്ടികൾക്കുള്ള മരുന്നുകൾ അവരുടെ തൂക്കത്തിനനുസരിച്ചാണ് ഡോക്ടർമാർ ഡോസ് നിശ്ചയിക്കുന്നത്. അതിനാൽ ഒരു കുഞ്ഞിന് കുറിച്ച് നൽകിയ മരുന്ന് മറ്റു കുഞ്ഞുങ്ങൾക്ക് നൽകാൻ പാടില്ല. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ആശങ്ക പരിഹരിക്കാനും ശക്തമായ ബോധവൽക്കരണം നടത്തും. ചുമമരുന്നുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് ഒരു പ്രശ്നവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ ഡോക്ടർമാർ അറിയിച്ചു. കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. ചുമമരുന്നായ കോൾഡ്രിഫിന് കൂടുതൽ സംസ്ഥാനങ്ങൾ നിരോധനം ഏർപ്പെടുത്തി. മധ്യപ്രദേശിൽ മരുന്ന് കഴിച്ച 14 കുട്ടികൾ ആശുപത്രിയിലാണ്. ഇതിൽ 6 പേരുടെ നില ഗുരുതരമെന്നാണ് റിപ്പോർട്ട്. മധ്യപ്രദേശിലും രാജസ്ഥാനിലുമായി ഇതുവരെ 17 കുട്ടികളാണ് മരിച്ചത്. ചുമമരുന്ന് നിർദ്ദേശിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തി. 24, തിരുവനന്തപുരം. അതിനിടെ വിവിധയിടങ്ങളിൽ നിന്ന് വന്യമൃഗശല്യത്തിന്റെ വാർത്തകളും വന്നു. കോഴിക്കോട് നാദാപുരത്തും ഇടുക്കി മൂന്നാറിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. വയനാട് ചീരാലിൽ കരടി ശല്യത്തിനെതിരെ ഉടൻ നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. വയനാട് നൂൽപ്പുഴ പോലീസ് സ്റ്റേഷനടുത്തുള്ള കുടുക്കിയിലാണ് ഇന്നലെയും ഇന്നുമായി കരടിയെ കാണുന്നത്. പൂളക്കര പ്രദേശത്തും കരടിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും പടയപ്പ ഇറങ്ങി. മറയൂർ റോഡിലെ വാഹനങ്ങൾ തടയുകയും വഴിയോര വ്യാപാര സ്ഥാപനങ്ങൾ തകർക്കുകയും ചെയ്തു. കോഴിക്കോട് നാദാപുരത്ത് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാന പ്രദേശത്ത് വ്യാപക കൃഷിനാശം സൃഷ്ടിച്ചു. 5ഓളം കർഷകരുടെ തെങ്ങ്, കവുങ്ങ്, വാഴ, ഇടവിള കൃഷികൾ എന്നിവ കാട്ടാന നശിപ്പിച്ചു. കുട്ടിയാനകൾ ഉൾപ്പെടെ 16ഓളം ആനകളാണ് കൃഷിയിടത്തിലിറങ്ങിയത്. 24, കോഴിക്കോട്. CMRL എക്സാലോജി കേസിൽ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ MLAക്ക് വൻ തിരിച്ചടി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതിയല്ല എന്ന വിമർശനം ഉന്നയിച്ചാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുഴൽനാടന്റെ പ്രതികരണം. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് സുപ്രീംകോടതിയും തള്ളിയത്. ഹർജി തള്ളിയ സുപ്രീംകോടതി ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ MLAക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. രാഷ്ട്രീയ പോരാട്ടങ്ങൾ നടത്തേണ്ട വേദി കോടതിയല്ലെന്നും അത്തരം കാര്യങ്ങൾ കോടതിക്ക് പുറത്താണെന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കി. കേസിൽ ഇടപെടാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി ഹർജി തള്ളിയത്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി നടപടിയെന്നും പോരാട്ടം തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA. ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും. നിയമപരമായി ഇനിയും ചെയ്യാൻ കഴിയുന്ന സാധ്യതകൾ പരിശോധിച്ച് ഈ പോരാട്ടം ഞാൻ അവസാനിപ്പിക്കത്തില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയ വാക്കാണ്. എന്നാൽ കഴിയുന്ന സത്യസന്ധവും ആത്മാർത്ഥവുമായ പോരാട്ടം ഈ കാര്യത്തിൽ ഉണ്ടാകും. ഇത് ഞാൻ നിരാശപ്പെട്ട് മടങ്ങില്ല, മുട്ടുമടക്കില്ല. വിഷയത്തിൽ മാത്യു കുഴൽനാടനെതിരെ CPIM രംഗത്തെത്തി. മാത്യു കുഴൽനാടൻ എല്ലാ കോടതികളിൽ നിന്നും തോറ്റു. വ്യാജ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായി ആക്ഷേപങ്ങൾ നിരത്തുന്നതും കോടതിയിൽ നിന്ന് അവർ തോറ്റിരിക്കുകയാണ്. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പരാതി നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. 24, ഡൽഹി. ഇനി 24 ഫോളോ അപ്പ് വാർത്തയിലേക്കാണ്. 9 വയസ്സുകാരിയുടെ വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ 2 ഡോക്ടേഴ്സിന് സസ്പെൻഷൻ. ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ, ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെയാണ് നടപടി. നടപടിക്കെതിരെ വിമർശനവുമായി KGMOA രംഗത്തെത്തി. 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന സംഭവത്തിൽ കുട്ടിയെ ആദ്യം പരിശോധിച്ച 2 ഡോക്ടേഴ്സിനെതിരെയാണ് നടപടി. ജൂനിയർ ഡോക്ടേഴ്സായ മുസ്തഫ, സർഫറാസ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. വീഴ്ചയില്ലെന്ന DMOയുടെ റിപ്പോർട്ട് തള്ളിയാണ് ആരോഗ്യവകുപ്പിന്റെ നടപടി. സസ്പെൻഷൻ നടപടിയിൽ സർക്കാരിനെതിരെ KGMOA രംഗത്തെത്തി. നടപടി പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നാണ് മുന്നറിയിപ്പ്. ഇത് പിൻവലിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും സംസ്ഥാന നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ഞങ്ങളുടെ ഓരോ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്ത് ബാക്കിയുള്ള പ്രതിഷേധ നടപടി ഞങ്ങൾ ആലോചിച്ച് അത് തുടരുന്നതായിരിക്കും. എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കുറ്റക്കാരായ ഡോക്ടേഴ്സിനെ പിരിച്ചുവിടണമെന്നും പെൺകുട്ടിയുടെ കുടുംബം. പിന്നെ സസ്പെൻഡ് വാങ്ങും, പിന്നെയും തിരിച്ചു വരും, പിന്നെ സസ്പെൻഡ് വാങ്ങും, പിന്നെയും തിരിച്ചു വരും. അതന്നെ
അത് ശരിയല്ല. അപ്പോൾ അവരിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ആരൊക്കെ എൻ്റെ മുകളിൽ നോക്കിയത് അവരിനെയൊക്കെ പിരിച്ചുവിടുക. കുട്ടിക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് യൂത്ത് ലീഗ് ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ അഭിഭാഷകന്റെ അതിക്രമ ശ്രമം. സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു ചീഫ് ജസ്റ്റിസിന് നേരെ അഭിഭാഷകൻ രാകേഷ് കിഷോർ ഷൂ എറിയാൻ ശ്രമിച്ചത്. ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. അഭിഭാഷകനെ ബാർ കൗൺസിൽ സസ്പെൻഡ് ചെയ്തു. ഇന്ന് രാവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുടെ ബെഞ്ച് ചേർന്ന സമയത്താണ് കോടതി മുറിക്കുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അഭിഭാഷകർ കേസ് പരാമർശിക്കുന്നതിനിടെയാണ് ചീഫ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. സനാതനധർമ്മത്തെ അപമാനിക്കുന്നത് സഹിക്കാനാകില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അഭിഭാഷകൻ രാകേഷ് കിഷോറിന്റെ അതിക്രമ ശ്രമം. കൃത്യസമയത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെത്തി തടഞ്ഞു. അതിക്രമം നടത്തിയ അഭിഭാഷകനെ പോലീസിലേൽപ്പിച്ചു. ഇതൊന്നും തന്റെ പ്രവൃത്തിയെ ബാധിക്കില്ല എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുപടി. ഖജുരാഹോയിലെ വിഷ്ണു വിഗ്രഹം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നതിനിടെ ചീഫ് ജസ്റ്റിസ് അത് ദൈവത്തോട് പോയി പറയൂ എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെതിരെ ചില ഹിന്ദു സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ചീഫ് ജസ്റ്റിസിനെതിരെ കോടതിയിൽ പ്രതിഷേധമുണ്ടായതെന്നാണ് വിവരം. സംഭവത്തെ അപലപിച്ച് അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തി. ചീഫ് ജസ്റ്റിസിനെതിരായ അതിക്രമത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപലപിച്ചു. സംഘപരിവാറിന്റെ വിഷലിപ്തമായ വർഗീയ പ്രചാരണമാണ് ഈ മാനസിക നിലയിലേക്ക് വ്യക്തികളെ കൊണ്ടെത്തിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. 24 ഡൽഹി. സസ്പെൻസുകൾക്കൊടുവിൽ 25 കോടി തിരുവോണം ബമ്പറടിച്ച ഭാഗ്യവാനെ തിരിച്ചറിഞ്ഞു. ആലപ്പുഴ തുറൂർ സ്വദേശി ശരത് എസ് നായരാണ് ഭാഗ്യശാലി. എറണാകുളം നെട്ടൂർ പെയിന്റ് കടയിലെ ജീവനക്കാരനായ ശരത് നേരത്തെ തന്നെ ബമ്പറടിച്ചത് അറിഞ്ഞിരുന്നുവെങ്കിലും ടിക്കറ്റ് സുരക്ഷിതമായി ബാങ്കിൽ ഏൽപ്പിച്ച ശേഷമാണ് പുറം ലോകത്തെ അറിയിച്ചത്. 25 കോടിയടിച്ച ഭാഗ്യവാൻ ആര്? ഉത്തരത്തിനായി ആകാംക്ഷയോടെ കേരളം കാത്തിരുന്ന ചോദ്യം. ലോട്ടറി വിറ്റയാളും മാധ്യമങ്ങളും നെട്ടൂരിലെ നാട്ടുകാരുമൊക്കെ ഒരുപാട് തിരഞ്ഞു. എല്ലാം കണ്ടും കേട്ടും നെട്ടൂരിലെ പെയിന്റ് കടയിൽ ഒന്നും അറിയാത്തവനെ പോലെ ഇരുന്നു ആ ഭാഗ്യവാൻ. തുറവൂർ സ്വദേശി ശരത് എസ് നായർ. ആദ്യമായിട്ടാണ് ഓണം എടുക്കുന്നത്. വളരെ സന്തോഷം തോന്നുന്നു. സീരിയൽ നമ്പർ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി ബാങ്കിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പറയാന്നുള്ള രീതിയിലായിരുന്നു. മാതാപിതാക്കളും ഭാര്യയും കുട്ടിയും സഹോദരനുമടങ്ങുന്ന കൊച്ചു കുടുംബം. എല്ലാവർക്കും സന്തോഷം. നല്ല സന്തോഷം തോന്നുന്നു. എൻ്റെ മകന് ആ ഒരു ഭാഗ്യവിശരം കൊടുത്തതിൽ ഞങ്ങൾ അങ്ങേയറ്റം നന്ദി പറഞ്ഞിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഭാഗ്യം ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, കൺഫേം ആയില്ലായിരുന്നു. ഇപ്പൊ ഹാപ്പിയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്, കുഴപ്പമില്ല. കുട്ടികളില്ലാതിരുന്ന ശരത്തിനും അപർണയ്ക്കും കാത്തിരുന്നാണ് ഒരു പൊന്നോമന ജനിച്ചത്. അവന് പ്രായം 6 മാസം. ആഗ്നേയ കൃഷ്ണ എന്ന് പേരിട്ടു. വല്ലപ്പോഴും ലോട്ടറി എടുക്കുമായിരുന്നെങ്കിലും ഇന്നേ വരെ 100 രൂപ പോലും അടിച്ചിട്ടില്ല. ആദ്യ സമ്മാനം തന്നെ ബെമ്പറായത് കുഞ്ഞിന്റെ വരവോടെയെന്ന സന്തോഷവും ഈ കുടുംബത്തിന്. കുട്ടി കൊണ്ടുവന്നൊരു ഭാഗ്യമായാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. നമുക്ക് വീട് വെച്ചതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലോണൊക്കെ എല്ലാം അടയ്ക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് ചെയ്യാന്നുള്ളൊരു. വീടിന്റെ ലോൺ തീർക്കണം, കടബാധ്യത ഇല്ലാതാക്കണം. അബദ്ധങ്ങളില്ലാതെ അച്ചടക്കത്തോടെ സമ്മാനത്തുക കൈകാര്യം ചെയ്യാനാണ് ശരത്തിന്റെ തീരുമാനം. വീടിന് മുന്നിൽ ബാങ്കുകാരുടെ തിരക്കും തുടങ്ങി. 24 ആലപ്പുഴ. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ്. ഗ്രാമിന് 125 രൂപ കൂടി 11,070 രൂപയും പവന് 1000 രൂപ ഉയർന്ന് 88,560 രൂപയുമായി. സ്വർണത്തോടൊപ്പം വെള്ളിക്കും വില ഉയർന്നു. ബസിന് മുന്നിലെ ചില്ലിന് സമീപം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ സൂക്ഷിച്ചതിന് ജീവനക്കാരെ സ്ഥലം മാറ്റിയ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KSRTCയിലെ കോൺഗ്രസ് അനുകൂല സംഘടന TDF കോടതിയിലേക്ക്. നാളെ KSRTC ചീഫ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തും. സർവീസിനിടെ KSRTC ബസ് ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം. കുഴഞ്ഞു വീണ ജെയ്മോൻ ജോസഫിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസിനുള്ളിൽ കുപ്പിവെള്ളം സൂക്ഷിച്ചതിന് നടപടി നേരിട്ടയാളാണ് ജെയ്മോൻ ജോസഫ്. ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് MD B ശ്രീകുമാറിനെതിരെ കേസെടുത്ത് പോലീസ്. മോശമായി പെരുമാറിയെന്ന ജീവനക്കാരുടെ പരാതിയിലാണ് കേസ്. വയനാട് ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വീണ്ടും സമരത്തിന് നിക്ഷേപകരുടെ കൂട്ടായ്മ. ഈ മാസം 16 ബ്രഹ്മഗിരി ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ആക്ഷൻ കൗൺസിൽ തീരുമാനം. തൃശൂർ ചൊവ്വന്നൂരിൽ യുവാവിനെ കൊലപ്പെടുത്തി മൃതദേഹം കത്തിക്കാൻ ശ്രമിച്ച പ്രതി സൈക്കോ കില്ലർ എന്ന് പോലീസ്. ചൊവ്വന്നൂർ സ്വദേശിയായ പ്രതി സണ്ണി സ്വവർഗാനുരാഗിയെന്നും കൊല്ലപ്പെട്ട ആളുമായി ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ്.
ഹിമാലയൻ മേഖലയിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. വടക്കൻ ബംഗാളിൽ ജനജീവിതം സ്തംഭിച്ചു. ഡാർജിലിംഗിലെ മണ്ണിടിച്ചിലിൽ മരണം 24 മരിച്ചവരിൽ 7 പേർ കുട്ടികൾ. വൈദ്യശാസ്ത്ര റിബയിൽ 3 പേർക്ക്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ മേരി ഇ ബ്രോൺകോവും ഫ്രെഡ് റാംസ്ഡലും ജപ്പാൻ ഒസാക്ക സർവകലാശാലയിലെ ഷിമോൺ സഗാഗുച്ചിയും പുരസ്കാരം പങ്കിട്ടു. പുരസ്കാരം രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട നിർണായക കണ്ടെത്തലിന്. മറ്റൊരു വാർത്തയിലേക്ക്. തമിഴ്നാട്ടിലെ വണ്ടല്ലൂർ മൃഗശാലയിൽ നിന്ന് കാണാതായ സിംഹം തിരിച്ചെത്തി. കാണാതായി 3-ാം ദിവസമാണ് ഷേർയാർ എന്ന് വിളിക്കുന്ന 5 വയസ്സുള്ള സിംഹം തിരിച്ചെത്തിയത്. സിംഹത്തെ പാർപ്പിച്ചിരുന്ന 50 ഏക്കർ പരിധിയിൽ തേർമൽ ഇമേജിംഗ് ഡ്രോണും ക്യാമറകളും സ്ഥാപിച്ച് പരിശോധന നടത്തി വരികയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.